ഇയാൾ എന്ത് പണ്ടറിയി നോക്കണം. മോളിൽ നിന്ന് വല്ലതും വന്നുണ്ടോ? മഴ വന്നിട്ടുണ്ടോ നോക്കണതായിരിക്കുമോ? മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി. എങ്ങനെയുണ്ടോ എന്റെ നാടനടി? എന്ത് പരിപാടി കാണിച്ചത് തോമസ് ചേട്ടാ? നീ എന്തൊരു പോക്രിത്തരോടെ കാണിച്ചേ. മനുഷ്യന് അത്യാവശ്യമായിട്ട് ഒരു കാര്യം ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാ അവന്റെ ഒരു മഴത്തുള്ളി കിൽക്കം പിടിച്ചേ. അതവിടെ ഇട്, എന്റെ കൈയൊന്ന് പിടിക്കും. ആ പറയണ്ടേ? അതെ, എന്തിത്ര ആലോചിക്കാൻ? നിങ്ങൾ വല്ല റോക്കറ്റും ചന്ദ്രനിലേക്ക് വിട്ടണ്ട. ബിരിയാണി. ബിരിയാണി ചന്ദ്രനല്ല. ചന്ദ്രനിലല്ല, ചന്ദ്രന്റെ കടയിലെ ബിരിയാണി. അവിടെ നമ്മളെ അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് കൂടുതലിട്ട് തരും. ക്രിസ്മസ് ഇനി അടുത്ത കൊല്ലം. ക്രിസ്മസ് ആണോ? ആ നിനക്കത് മനസ്സിലായില്ല? അപ്പൊ നിങ്ങൾ ഇത്ര നേരം ആലോചിച്ചുകൊണ്ടിരുന്നത് ബിരിയാണി കഴിക്കുന്നതിനെ കുറിച്ച് അറിഞ്ഞില്ലേ? നിങ്ങളുടെ കല്യാണത്തിന് പോലും നിങ്ങൾ ഇത്ര ആലോചിച്ചിട്ടുണ്ടാവില്ല. അതൊട്ടും വേണ്ടി വന്നില്ല. ലവ് ഇറ്റ് ഫസ്റ്റ് നൈറ്റ്. ഫസ്റ്റ് നൈറ്റ് അല്ല, ഫസ്റ്റ് സൈറ്റ്. നിനക്കത് മനസ്സിലായില്ല? ഹലോ ചന്ദ്ര, 2 ചിക്കൻ ബിരിയാണി. ഞാനിവിടെ മില്ലേനിയം റോഡിലുണ്ട്. കറക്റ്റ് വെക്കേഷൻ ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. അതെ, വെക്കേഷൻ അല്ല, ലൊക്കേഷൻ. ആ ലൊക്കേഷൻ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ക്രിസ്മസ് കൂടുതലിട്ട് തരണം കേട്ടാ. ആ ബിരിയാണി എത്തിട്ടാ. ഇവിടെയല്ലേ ബിരിയാണി പറഞ്ഞിരുന്നത്? അതെ. തോമസ് ചേട്ടൻ? ആ അതെ, തോമസ് പാതുവ. ആ ബില്ലിട. ആ ബില്ലൊക്കെ ഉണ്ടാ വെച്ച്. എന്ത് 2 ബിരിയാണിക്ക് 550 രൂപ? അല്ല, ചന്ദ്രേട്ടൻ പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും കുറച്ച് കൂടുതലിട്ടുണ്ട്. അല്ല, ഈ അണ്ടിപ്പരിപ്പിനും കിസ്മിസിനൊക്കെ വില കൂടി വരാണല്ലോ. ആ പിന്നെ ഡെലിവറി ചാർജും കൂടി ചിലപ്പോൾ ഇതിൻ്റെ കൂടെ വരാൻ വഴിയുണ്ട് കേട്ടോ. എന്തിന്? 2 കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറി ചാർജ് വേണ്ടെന്നല്ലേ നിങ്ങൾ പരസ്യം ചെയ്തിരിക്കുന്നത്? ഇത് 1.5 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. ആ അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടേക്ക് വന്ന വഴി ടാർ ചെയ്യണല്ലോ. അതുകൊണ്ട് എനിക്ക് 2 കിലോമീറ്ററിന് പകരം 4 കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് വരേണ്ടി വന്നു. അതിൻ്റെ ഒരു ഡെലിവറി ചാർജ്. നീ അവിടുത്തെ പുതിയ ജോലിക്കാരനാണോ? പിന്നെ ഞാനവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ കടയിൽ ഭയങ്കര തിരക്ക്. അത് കാരണം കൊണ്ടുവരാൻ ആളില്ല. അപ്പൊ എന്റെ കയ്യിൽ ചന്ദ്രേട്ടൻ തന്നു വിട്ടു. ക്യാഷ് ഇപ്പൊ ഉണ്ടാവോ? ഏയ്, അത് ചന്ദ്രന് ഞാൻ ഗൂഗിൾ പ്ലേ ചെയ്തോളാന്ന്. ഡെലിവറി ചാർജ് ചന്ദ്രനെ പറഞ്ഞിട്ടെന്ന കാര്യം? ഈ റോഡ് വേണ്ട സമയത്ത് ടാർ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നു. ചന്ദ്രന്റെ കടയിൽ നേരിട്ട് പോയി കഴിച്ചാൽ മതിയായിരുന്നു.